ലോകകപ്പ് തുടങ്ങാൻ അല്ലെങ്കിൽ ഫൈനൽ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടുകയാണ്. ജയരാട്ട ഒരു അർജന്റീന ആരാധകൻ കൂടിയാണ്. ഈ ഘട്ടത്തിൽ വിജയത്തിൽ കുറഞ്ഞ പ്രതീക്ഷ ഉണ്ടാവില്ലെന്നറിയാം. എന്തായാലും എങ്ങനെയാണ് ഫൈനൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഞാൻ പൊതുവേ ഈ ഫുട്ബോളിനെ ആകെ സ്നേഹിക്കുന്ന ഒരാളാണ്. എല്ലാ നല്ല കളിക്കാർക്കും പ്രോത്സാഹനം കൊടുക്കാറുണ്ട്, എല്ലാവരെയും ആ കാര്യത്തിൽ അംഗീകരിക്കാറുമുണ്ട്. പക്ഷേ അർജന്റീന ഇതുവരെയുള്ള കഴിഞ്ഞ 2 മത്സരങ്ങളിലും എടുത്തു നോക്കിയാൽ, അതായത് കഴിഞ്ഞ ലോകകപ്പ് മത്സരത്തിലും ഇപ്പോഴുമെല്ലാം നല്ല പെർഫോമൻസാണ് അവർ കാണിച്ചത്. അതിൽ മെസ്സി നല്ല ഒരു കളിക്കാരനായി ഫോമിലാണല്ലേ? അതെ അതെ. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ഫുട്ബോൾ പ്രേമികളാകെ അവരോടൊപ്പം നിൽക്കും, അതിനെ പ്രോത്സാഹിപ്പിക്കും. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്, ഒരു ഫുട്ബോൾ സ്പിരിറ്റാണ്. ഇപ്പോൾ അർജന്റീനയും സ്പെയിനും മത്സരരംഗത്തേക്കാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ കടുത്ത മത്സരമാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ആ ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള വേൾഡ് കപ്പ് ഫിഫ ടൂർണമെൻറ്റിൻ്റെ ആ കളി കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. നാടാകെ ആ ലഹരിയിലാണിപ്പോൾ. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്, ഇന്നത്തെ നില വെച്ച് നോക്കിയാൽ അർജന്റീന ലോകകപ്പ് നേടും എന്ന് തന്നെയാണ്. ഏറ്റവും നല്ല കളിക്കാരനായി ലോകം അംഗീകരിക്കുമെന്നുള്ളതാണ്. 39 വയസ്സ് പ്രായമായി. അപ്പോൾ ഏറ്റവും നല്ല മെച്ചപ്പെട്ട കളിക്കാരനായിട്ട് തന്നെ ലോകം അംഗീകരിക്കും. കഴിഞ്ഞ തവണ കൊച്ചുമക്കളാണെന്ന് തോന്നുന്നു ജയരാട്ടനെ. ഇവരുണ്ടോ? ഏതാ ടീം ചോദിക്കണ്ടല്ലോ അല്ലേ? പോർച്ചുഗലാണ്. നേരത്തെ ഇപ്പൊ ഏതാ ടീം? സ്പെയിൻ സപ്പോർട്ട് ചെയ്യും, പക്ഷെ അർജന്റീന ജയിക്കുന്ന പറഞ്ഞത്. കാരണം അർജന്റീനക്ക് കുറെ സ്റ്റാറ്റ്സ് ഉണ്ട്, സ്പെയിനേക്കാളും സ്റ്റാറ്റ്സ് ഉണ്ട്. നല്ല ഫുട്ബോൾ അച്ചാച്ചന്റെ കൂടെ തന്നെയാണ്. എങ്ങനെ കളി കാണല്ലോ? ആരാ ഇഷ്ടപ്പെട്ട കളിക്കാരൻ? ആരാ? സ്പെയിനാണ്. രണ്ടാളും സ്പെയിനാണെന്നാ പറയുന്നത്. കുഴപ്പമില്ല, അർജന്റീന. അതെ അതെ, അർജന്റീന ജയിക്കും. അർജന്റീന തോക്കും. അച്ചാച്ചൻ പറയുന്നത് അർജന്റീന ജയിക്കുന്നു, പക്ഷെ കൊച്ചുമോള് പറയുന്നത് അർജന്റീന തോക്കും. നമുക്ക് നോക്കാം അല്ലേ? നാളെ രാവിലെ നോക്കാം. എന്തായാലും അത് തന്നെയാണ്, കളിയുടെ ആവേശത്തിലാണുള്ളത്. അപ്പോൾ ചേട്ടാ ഓക്കെ, നമുക്ക് നാളെ കാണാം അല്ലേ? ഈ ലോകമാകെ ഈ ഫിഫ ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള ഫുട്ബോൾ മത്സരം പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ വളരെ താല്പര്യത്തോടു കൂടി ജനങ്ങളാകെ ആ കളി കാണാൻ കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ നമുക്ക് അർജന്റീന ജയിച്ച് നേരിട്ട് കാണാം. നാളെ കാണാം. കളി കാണട്ടെ, വേഗം കാണട്ടെ. ഇന്നലെ തിരക്കാക്കുന്നുണ്ട്. എന്തായാലും വലിയ ആവേശത്തിലാണ് ലോകം മുഴുവനുള്ളത്. മുൻ കായിക മന്ത്രി കൂടിയായിട്ടുള്ള ഇ.പി. ജയരാജൻ അവരുടെ കുടുംബാംഗങ്ങളുമാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അർജന്റീന വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇ.പി. ജയരാജൻ പങ്കുവെക്കുന്നത്. പക്ഷേ കൊച്ചുമോൾ പറയുന്നത് സ്പെയിൻ ആയിരിക്കും ജയിക്കുക എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.